ഹലോ, ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ ആണ്. നമ്മൾക്ക് ഇവനെ വെറുതെ പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കേരള പോലീസിനെല്ലാം ഇന്നലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഈ വീഡിയോ അവൻ റിമൂവ് ചെയ്തിട്ട് അവൻ മുങ്ങി. അവൻ ഏത് നാട്ടുകാരനാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ വയനാട് മരിച്ച നമ്മുടെ സഹോദരങ്ങളെ അപമാനിച്ചുകൊണ്ടും ആ സ്കൂളിലെ അധ്യാപകനെ അപമാനിച്ചുകൊണ്ടും ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് പക്ക ഫ്രോഡ് ഈ പയ്യൻ ഈ തെമ്മാടിത്തരം കാണിച്ചത്. അവനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോ നമ്മുടെ ഇവനാണ് ആ വ്യക്തി. ഇവന്റെ ഫേസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോ. കേരളത്തിൽ ഏതിനും മുക്കിനും മൂലയിലും ആണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇവനെ കിട്ടുകയാണെങ്കിൽ ഉപദ്രവിക്കേണ്ട, അത് കേരള പോലീസിന് കൈമാറുക. ഇവന്റെ കുടുംബചരിത്രവും വീട്ടുചരിത്രവും കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയണം. ഇവന്റെ വീട് എവിടെയാണെങ്കിലും നമ്മൾ അവന്റെ വീടിന്റെ മുന്നിൽ പോയി ഇവനെ ഈ സാമാന്യ ബോധം എന്ന് പറയുന്ന സംഭവമല്ലേ ഈ സമയത്ത് ഒരു നിങ്ങൾ ആ വീഡിയോ ഫുള്ള് മിക്കവാറും ഉള്ളവർ കണ്ടു കാണില്ല. അത് ഈ കാണുന്ന കുഞ്ഞില്ലേ, ഈ കുഞ്ഞിനെ വെച്ച് ഇവൻ ഒരു വീഡിയോ ചെയ്തു. ഈ അർജുനെ വെച്ച് വീഡിയോ ചെയ്തു. അർജുന്റെ കണ്ടോ തലയിലേക്ക് കഴുത തീട്ടം എഴുതുകയും ആന തീട്ടം എഴുതുകയും ജീറാഫ് തീട്ടം എഴുതുകയും അത് കളക്ട് ചെയ്യാവുന്ന ആ രീതിയിലൊക്കെയാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത്. ഇതിന് എന്താ പറയാ, ഇത് അധ്യാപന ഉള്ള വീഡിയോ ഒരു വീഡിയോ കാണിച്ചില്ല. ഇനി നിങ്ങൾ കണ്ടോളൂ. റിനോയ് എന്നാണ് 29 വയസ്സുള്ള കുണുവാവ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ നമുക്ക് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് ഇവനെ ഉപദേശിച്ച് വിടുക എന്നുള്ള പരിപാടി പറ്റത്തില്ല. കാരണം ഇവൻ പൊതുമധ്യത്തിൽ മാപ്പ് പറയണം. ചെയ്ത തെറ്റ് എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. ഇവന്റെ കുടുംബം മനസ്സിലാക്കണം, ഇവന്റെ വീട്ടുകാർ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ പക്ക ഫ്രോഡ് പയ്യൻ ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും ജനങ്ങളുടെ മുന്നിൽ, നമ്മുടെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരിക. ഏത് പോലീസ് സ്റ്റേഷനിൽ അവനെ അറസ്റ്റ് ചെയ്താലും ആ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് പബ്ലിഷ് ചെയ്യുക. കാണുന്ന മാധ്യമങ്ങളിലെല്ലാം ഇവനെ കൊണ്ട് പബ്ലിക്കായിട്ട് പോലീസ് മാപ്പ് പറയിപ്പിച്ചിട്ട് ഇവനെ വിടുക. ഇവന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കാമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. ഇവന്റെ ഫോൺ തല്ലി പൊട്ടിച്ചില്ലെങ്കിൽ അവൻ ഇനിയും ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കും. അവന്റെ വീഡിയോ ഒന്നുകൂടെ കാണിക്കാം. ഇവനെ പോലുള്ള ഫ്രോഡ് പയ്യന്മാരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കും. കാണിക്കുന്ന പരിപാടി കണ്ടല്ലേ, ഈ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. കാണിക്കുന്ന പരിപാടി കണ്ടല്ലേ. കാണാതായ അർജുന്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ആന തൂർന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കും. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ ഇതൊക്കെയാണ് അവന്റെ തെമ്മാടിത്തര. കുഞ്ഞു മോളുടെ ഇത് വീട്ടിലാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, കൊച്ചിന്റെ ഫോട്ടോയിലാണ് ഇവൻ കാണുന്നതാണ് കുഞ്ഞിന്റെ. ഒന്നും കൂടെ ഈ ചെറ്റയുടെ മോന്റെ ഓർമ്മ വെച്ചോളൂ. റിനോയ് എന്നാണ് അവന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. അവൻ ഡിലീറ്റ് ചെയ്ത് റിനോയ് ഇപ്പൊ ഈ ചാനലില്ല കേട്ടോ. ഇതാണ് അവൻ. ഇവനെ കിട്ടുകയാണെങ്കിൽ ആരും ഉപദ്രവിക്കരുത്, മറ്റേ ആളെ ഉപദ്രവിച്ച പോലെ ഉപദ്രവിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. കിട്ടുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറ്റാവുന്ന മാധ്യമങ്ങളെ എല്ലാരെയും വിളിച്ച് പറ്റാവുന്ന വീഡിയോ എടുത്തിട്ട് എല്ലാവരുടെ മുന്നിൽ പൊതുമധ്യത്തിൽ ഈ ഫ്രോഡിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക. മേലാൽ ഇമ്മാതിരി പരിപാടി കാണിക്കില്ല എന്ന് ഉറപ്പ് പറയിക്കുക. ഞാനിപ്പോ നമ്മുടെ വയനാട് കുട്ടികൾക്ക് വേണ്ടി ടോയ്സ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന വഴിയാണ്. വണ്ടി ഫുള്ളായി. നമ്മള് വരുന്ന വഴിക്കാണ്. ഞാൻ ഇന്നലെ ഈ നമ്മുടെ സൈബർ സെല്ലിലും കാര്യങ്ങളിലൊക്കെ ഈ സംഭവം ഒന്ന് അയച്ചു കൊടുത്തു. സാർ, ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു ഹെൽപ്പ് ആരും ചോദിച്ചിട്ടില്ല. ഈ ചെറ്റയുടെ വീടിന്റെ അഡ്രസ്സ് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സാർമാർക്ക് അയച്ചു കൊടുത്തതാണത്. ഇന്നലെ ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ്. സമയം കാണും, യെസ്റ്റർഡേ അയച്ചു കൊടുത്തതാണത്. പക്ഷേ അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തി കഴിഞ്ഞാല് ഈ മോന്റെ നമ്മള് പറയുന്നില്ല, കൈ കിട്ടുവാണെങ്കിൽ കണ്ടനം കൊടുത്തേ പറ്റൂ. എത്രയായാലും ഇത്ര തെമ്മാടിത്തരം കാണിച്ചാൽ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലുള്ള ഫ്രോഡുകൾ ഇനിയും ഉണ്ടാവരുത്. ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ഇതുവരെ ഒരു മരണം കണ്ട് മരവിച്ചിരിക്കുന്ന സമയമാണ് ഓരോ മലയാളികളും. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ ഒരുത്തരും ഇനി ധൈര്യം ഉണ്ടാവരുത്.